ഒന്ന് പയറ്റി നോക്കാം. മാറാത്തത് മാറണം എന്നാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മോട്ടോ. കോഴിക്കോട് കോർപ്പറേഷനിൽ 65-ാം ഡിവിഷനിൽ നിന്ന് ഇത്തവണ മത്സരിക്കുന്നത് ആനി സ്റ്റെഫിയാണ്. കൃത്യമായ നിലപാടും വ്യക്തമായ കാഴ്ചപ്പാടും ഇന്ന് ഈ ഒരു സ്ഥാനാർത്ഥിക്കുണ്ട്. നമുക്ക് നേരെ ഈ ഒരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. എന്താണ് നിലവിലെ ഒരു അവസ്ഥ? എക്സൈറ്റഡ് ആണ്, അതിനനുസരിച്ച് ടെൻഷനും ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു ഹാർഡ് കോർ പൊസിഷനിലേക്കൊക്കെ വന്നിട്ട് ഇലക്ഷനിലേക്കൊക്കെ നിൽക്കുന്നത്. അപ്പം രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് ഇറങ്ങുമ്പം നമുക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ബേസിക്കലി. ഓക്കെ, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നോ ആദ്യം? ഇല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലില്ല. പക്ഷെ ഞാൻ പല ഓർഗനൈസേഷൻസിലും അല്ലാതെയുള്ള പൊസിഷൻസിൽ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ പള്ളിയെ ബേസ്ഡ് ആയിട്ടുള്ള KCYM-ലാണെങ്കിലും മിഷൻ ലീഗിലാണെങ്കിലും അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ രൂപതാതല പോസ്റ്റുകളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ടല്ല, പക്ഷെ എപ്പോഴും ഒരു ഓർഗനൈസേഷണൽ ലെവലിലും കൂടെയുള്ള ഒരു സർക്കിളിലുള്ളവർക്ക് വേണ്ടിയിട്ടുമുള്ള പൊസിഷൻസിൽ ഇരുന്നിട്ടുണ്ട് മുമ്പ്. ഇതൊരു വലിയൊരു വെല്ലുവിളിയായി തീരില്ലേ? ഒരു പക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പൊതുജനങ്ങളെ സേവിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അത് വലിയൊരു വെല്ലുവിളിയായി മാറില്ലേ? വെല്ലുവിളികൾ രണ്ട് തരത്തിലുണ്ടല്ലോ ആക്ച്വലി. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഞാനിതൊരു പോസിറ്റീവ് ചാലഞ്ചായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചാലഞ്ചിനേക്കാൾ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അതിനേക്കാൾ വലിയൊരു ബ്ലിസ് നമുക്ക് ഫീൽ ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതാണ്. എന്തുകൊണ്ട് BJP കറൻ്റ്ലി ഉള്ള നമ്മുടെ ഒരു ഇപ്പോൾ കോർപ്പറേഷൻ ലെവലിലേക്ക് പറയുകയാണെങ്കിൽ കോർപ്പറേഷൻ്റെ ഒരു അവസ്ഥ ഇപ്പം വർഷങ്ങളായിട്ട്, ടെക്നിക്കലി നമുക്ക് ഡെക്കേഡ്സ് ആയിട്ട് ഇപ്പം LDFൻ്റെ ഒരു ഭരണത്തിൽ പോകണു. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള വഴികളും ചുറ്റുമുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കാണാം. ഇപ്പം അവർ വികസനം എന്ന് പറഞ്ഞിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പല കാര്യങ്ങളും അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും അവർ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പ്ലസ് ഈ അമൃത് നഗരം പദ്ധതി കൂടെയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല മെട്രോ സിറ്റീസൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. സോ ആ ഒരു പദ്ധതിയും ആ ഒരു വിഷനും മോദിജിയുടെ ആ ഒരു വിഷനും ഒക്കെ കൂടിയിട്ട് നമുക്കൊരു ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ്, ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺസ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ CPM-ൻ്റെ ഒരു കേന്ദ്രമാണ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിൽ എത്രത്തോളം BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ആ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജനങ്ങൾ, നമ്മുടെ വോട്ടർമാർ ഇത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അവർ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് അവർ പറയണു മോഹന വാഗ്ദാനങ്ങൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ ആവുമ്പോൾ റോഡ് ടാർ ചെയ്യണു, അത് ടാർ ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് കുഴിയാവണു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ബിൽഡിങ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ പെയിൻ്റ് അടിക്കാൻ തലേ ദിവസം വരുന്നു, പിറ്റേന്ന് അത് മാറിപ്പോണു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഒന്ന് പയറ്റി നോക്കാം. മാറാത്തത് മാറണം എന്നാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മോട്ടോ. അക്കോർഡിംഗ് ടു മീ നമ്മൾ ഇത്തവണ കോർപ്പറേഷൻ അടുക്കണം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വികസനമായിരിക്കും കോഴിക്കോടേക്ക് കൊണ്ടുവരിക? അമൃത നഗരം പദ്ധതിയിൽ വരുന്ന അതിലെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഈ സിറ്റി ഡെവലപ്പ് ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് മെട്രോസ് ഇൻ കേരള ആക്കാൻ ആണ് ഇപ്പം. ദാറ്റ്സ് ദ വിഷൻ. ഒരെണ്ണം പറഞ്ഞാൽ ഏത് വികസനമായിരിക്കും ഇവിടെ കൊണ്ടുവരിക? ഏതെങ്കിലും ഒരെണ്ണം മാത്രം എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റോഡുകൾ എന്ന് പറയും. കാരണം കറൻ്റ്ലി നമുക്കറിയാം ഈ ഹൈവേ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോക്കറ്റ് റോഡ്സ് ആർ ലൈക്ക് ഹൈലി പാക്ഡ്, ട്രാഫിക് ജാംസും ഉള്ളത്. ഒരൊറ്റ പോക്കറ്റ് റോഡ് പോലും എസ്പെഷ്യലി ഞങ്ങളുടെ വാർഡുകളിലേക്ക്, എൻ്റെ വാർഡിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് റോഡ്സിൻ്റെ ഒക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നത്, പ്ലസ് നമ്മളിപ്പോൾ ഒരു യൂത്ത് റെപ്രസെൻറ്റേറ്റീവ് പിന്നെ ആ ഒരു ലെവലിലേക്ക് വരുന്ന കാരണം വാട്ട് ആൻഡ് ഓൾ മെറ്റീരിയൽസ് ക്യാൻ ബി ബ്രോട്ട് ടുവേർഡ്സ് ദ യൂത്ത്. അതും കൂടിയിട്ട് അത് രണ്ടുമാണ് ഫോക്കസ് റൈറ്റ് നൗ. ഓക്കെ, പിന്നെ ഫാമിലി പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് വീട്ടിലേക്ക് വരുമ്പോൾ? എൻ്റെ അച്ഛൻ, ഞാൻ അപ്പൻ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം കോഴിക്കോട് സിറ്റി ജില്ലയുടെ ഉപാധ്യക്ഷനാണ് BJP പാർട്ടിയുടെ. അപ്പോൾ അതാണ് എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം. അപ്പന് ഓൾമോസ്റ്റ് ഒരു 40 ഇയേഴ്സിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. 1970s എൻഡ് തൊട്ടൊരു 80s, ബിഗിനിങ് ഓഫ് 80s തൊട്ടിട്ട് അപ്പൻ രാഷ്ട്രീയത്തിലുള്ള ആളാണ്. അപ്പം അതാണ് എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം. കൂടുതൽ സപ്പോർട്ട് എന്തായാലും ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിംഗറാണ് എന്ന് ഞാൻ അറിഞ്ഞു. ഒരു ചെറിയൊരു പാട്ട്.
ലിറിക്സ് നോക്കി പാടിയാൽ മതിയോ? എനിക്ക് ഞാൻ ഭയങ്കര അല്ല കുഴപ്പമില്ല, അറിയാവുന്ന ഏതെങ്കിലും ഒരു 4 சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்ட முத்தமிட ஆசை என்ன இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை. അടിപൊളിയായി പാടിയിട്ടുണ്ട്. ഏതായാലും ആളുകളെ പാട്ടിലൂടെ കയ്യിൽ എടുക്കാനുള്ള ഒരു തീരുമാനമാണല്ലേ? അതെ അതെ അതെ, പാടേണ്ടടുത്ത് നമ്മൾ പാടിയല്ലേ പറ്റൂ. തീർച്ചയായും എല്ലാവിധ ആശംസകളും, വിജയിച്ച് തന്നെ വരട്ടെ, എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസം തന്നെയുണ്ട്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.